ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് റംസാൻ 22. അപ്പോൾ നമ്മൾ ഇന്ന് ഇഫ്താറിന് പോകുന്നത് ഉഹുദ് പള്ളിയിലേക്കാണ്. ഓക്കെ, ഉഹുദ് പള്ളിയിൽ ഇഫ്താറും കഴിഞ്ഞ് തറാഹീം കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു പോവുക. ഇക്ക, നമ്മളെങ്ങനെ പോണേ? നമ്മളിന്ന് ഉഹുദ്ക്ക് നടന്നിട്ട് പോകും. ഇവിടുന്ന് ഏകദേശം 6 കിലോമീറ്റർ അല്ലേ. നമ്മളിപ്പോൾ ഇതിപ്പോൾ 2-3 നാണായില്ലേ നമ്മൾ നടന്നു പോകണം. 1 മണിക്കൂർ റണ്ണിങ്. 1.5 മണിക്കൂർ. 1.5 മണിക്കൂറുണ്ട്. 1.5 മണിക്കൂറല്ല, എനിക്ക് നടക്കാൻ 1 മണിക്കൂറുള്ളൂ. ഓക്കെ. പിന്നെ അല്ലെങ്കിൽ ഇവിടുന്ന് 102 ബസ് കയറി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അടത്തും. അല്ലെങ്കിൽ 5 റുപ്യ ടാക്സി വണ്ടിക്കാർ പോകണുണ്ടാവും, അതിൽ നമുക്ക് പോകാം. നമുക്ക് ഇന്ന് എന്തായാലും നടക്കാം. ചിലപ്പോൾ നടക്കാം, നമുക്ക് ബസ്സിന് പോകാം. അത് നടക്കില്ല, ഇന്ന് നടക്കന്നെ ചെയ്യണം. ഇവിടെ ബസ്സുണ്ട്, അത് കിട്ടാൻ നോക്കാം. സോ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടേ. ഇതിലെന്ത് കോമഡിച്ച ബസ് കംപ്ലൈൻ്റ് ഉള്ളൂ. ആകെ ഒരാൾ കയറിയപ്പോൾ ബസ് എടുത്ത്. നമ്മൾ ഉഹുദിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഉഹുദ് മല, ഉഹുദ് പള്ളി. ഇതൊരു ബ്യൂട്ടിഫുൾ കഫേയാണ് കേട്ടോ. പിന്നെ ഞാൻ 2007 ഫസ്റ്റ് ഉംറയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുന്നത്. അന്നിവിടെ വരുമ്പോണ്ടല്ലോ ഈ കാണുന്ന രൂപത്തിലൊന്നുമല്ല. നമ്മുടെ നമുക്ക് ഈ മല എന്ന് പറഞ്ഞാലേ, അതായത് ശത്രുക്കൾ വരുന്നത് നോക്കാൻ വേണ്ടിയിട്ട് സാബികളെ നിർത്തിയ കുന്നാണിത്. ഇതിൻ്റെ അപ്പുറത്താണ് ശരിക്കും ഉഹുദ് മല എന്ന് പറയാം. അപ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ കയറാൻ തന്നെ അന്ന് ഇതിലെ കയറുന്ന രൂപത്തിലായിരുന്നു, കുറച്ചുകൂടി ഉയരവ് കൂടിയിട്ട്. ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ എല്ലാവരും കയറി വർഷങ്ങളായപ്പോൾ കുറേ കമ്മിയായി. പിന്നെ ഉണ്ടല്ല, നല്ല ആംബിയൻസിൽ ഏരിയ, ഫുഡ് കാര്യങ്ങൾ എല്ലാ സെറ്റപ്പും. പിന്നെ ഇവിടേക്കുള്ള ഫ്രീ ബസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ അലോഡാണ്. ഇനി പള്ളിയും പള്ളിയിലെ വിശേഷങ്ങളും കാണിക്കാം. അൽഹംദുലില്ലാഹ്. ബുധനാഴ്ച ആയിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുക. ഒന്ന് എന്താ പറയുക, ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഓരോ കച്ചവടക്കാരോ ഓർക്ക് ഓരോ ഫുഡ് എന്താണോ അല്ലെങ്കിൽ ഓരോ സംഭവങ്ങൾ എന്താണോ അത് കൊടുന്ന മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ, നല്ല തിരക്കാണ്. അപ്പം നമുക്ക് നോമ്പ് തുറക്കാൻ കിട്ടി. ഈ മാല എനിക്ക് ഇവിടെ കിട്ടിയതാട്ടോ. പിന്നെ കുറച്ച് നട്ട്സ് കിട്ടി. ഒരു സമൂസ പോലത്തെ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. അതിൽ ബർഗറുണ്ട്, ജ്യൂസ്, റാപ്പുണ്ട്, ചപ്പാത്തിയും ഗ്രേവിയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ. പിന്നെന്താ പറയുക, ഇതിലൊക്കെ പോയിട്ടുണ്ടെന്തോ എടുക്കാൻ. ഇതിൽ വന്നില്ല, ബാഗ് കൊടുത്ത്. നമ്മൾ തറാവീഹ് കഴിഞ്ഞിട്ട് വെട്ടം പോവാണ്. എന്താ ബസ് കിട്ടും എന്നാണ് വിചാരിക്കണം. തറാവീഹ് കഴിഞ്ഞിട്ട് ബിലാൽ മോസ്കിൻ്റെ സൈഡിൽ റൈസ് വിതരണം ചെയ്യുന്നുണ്ടാവും. ഇതിൻ്റെ തിരക്കാണ് കാണുന്നത്.
അപ്പം നമ്മൾ ഉഹുദിന്ന് തിരിച്ചു പോകുന്ന വിചാരിച്ച പോലെ ബസ്സൊന്നും കിട്ടിയില്ല. അവിടുന്ന് ടാക്സിക്ക് പോരുക ചെയ്ത. പിന്നെ നമ്മൾ നമ്മുടെ റൂമിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി. എന്താ കഴിക്കണേ ഇന്ന്? ക്യാമൽ കിട്ടി. ക്യാമൽ എന്താണ്? ഒട്ടകമാണ്. മനസ്സിലായി? ഒട്ടകത്തിൻ്റെ നമ്മൾ ഈ ചട്ടിയിലുള്ള ഒരു ഐറ്റംസ് ആണ് കഴിക്കണം. ഈ ഒരു ഐറ്റംസ് കണ്ടോ? നമ്മളെ ക്യാമൽ വന്നിട്ടുണ്ട്. പിന്നെ പാകിസ്ഥാനി റൊട്ടി, എൻ്റെ പൊന്നോ, സാലഡും അല്ലേ, സെറ്റാണ്. കിട്ടില്ല എന്നുള്ളതായിരിക്കും. അൽഹംദുലില്ലാ. അപ്പോൾ നല്ല ഒട്ടകത്തിൻ്റെ ഇറച്ചിയൊക്കെ കഴിച്ച് പിന്നെ പാകിസ്ഥാനി റൊട്ടി അതുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് വേറൊന്നും വേണ്ട, അത്രയ്ക്ക് ഉണ്ടാവും അത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ച്. ഓക്കെ, ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതായിരിക്കും ബൈ ബൈ. Di